ബാംഗ്ലൂർ ഓസാക്കോട്ടയിൽ നിന്ന് വളരെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം 8 മാസം പ്രായമുള്ള ഒരാൺകുഞ്ഞിനെ ബലി കൊടുക്കാൻ 2 പേര് ശ്രമിച്ചു. അയൽവക്കക്കാരും പൊതുജനങ്ങളും അതിൻ്റെ അകത്ത് ഇടപെട്ടു. 8 മാസം പ്രായമുള്ള ആൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ വാർത്തകളാണ് ഇപ്പം വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ ഭാര്യ ഭർത്താക്കന്മാർ അവർ അന്ധവിശ്വാസത്തിൽ കൂടി സഞ്ചരിക്കുന്നവരാണ്. ഒരു ആൺകുട്ടിയെ ബലി കൊടുത്താൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറും എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ 8 മാസം പ്രായമുള്ള മറ്റ് സംസ്ഥാന തൊഴിലാളിയുടെ ഒരു കുട്ടിയെ, നല്ല സ്മാർട്ടായ ഒരു ആൺകൊച്ചിനെ വിലയ്ക്ക് വാങ്ങിച്ചു. അതിന് തങ്ങളുടെ കുട്ടിയാണ് എന്ന് അതിനൊരു സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റൊക്കെ കളവായിട്ട് സംഘടിപ്പിച്ചു. അതിനുശേഷം അവർ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ഒരു ബലിക്കല്ല് തയ്യാറാക്കി. അത് അയൽവക്കത്തുള്ളവർ ഈ ഒരു പുതിയ ഒരു ആൺകൊച്ചുമായിട്ട് അവരവിടെ വന്നപ്പം അവർക്ക് പല കാര്യത്തിലും സംശയം തോന്നിയിരുന്നു. ഈ കുട്ടിയെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്, അവരുടെ കുട്ടിയല്ല എന്നും അവർക്ക് സംശയം തോന്നി. എന്നാലും വീട്ടിലെ അസാധാരണമായ ചില നീക്കങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അവിടെ ഒരു ബലിക്കല്ല് വന്നു. കുരുതി കഴിക്കാനായിട്ട് വീടിനുള്ളിൽ ഒരു ബലിക്കല്ലുണ്ടാക്കി. അത് സിമെൻറ്റൊക്കെ ഇട്ട് അവിടെ തറയൊക്കെ നിരപ്പാക്കി. അതോടൊപ്പം തന്നെ അവർ അവിടെ ഒരു കുഴിയെടുക്കുന്നതും അയൽവക്കംകാർ ശ്രദ്ധിച്ചു. എന്തായാലും കുട്ടിയെ ബലി കൊടുക്കുക ആണ് അവരുടെ ലക്ഷ്യമെന്ന് സംശയം വന്ന അയൽവക്കംകാർ അവർ പോലീസിനെ അറിയിച്ചു. ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ആൾക്കാരെത്തി കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ആ കുട്ടി അവരുടേതല്ല എന്ന്, അവരുടെ സർട്ടിഫിക്കറ്റ് കളവായിട്ട് ഉണ്ടാക്കിയതാണെന്നും പോലീസും അവിടുത്തെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും കണ്ടെത്തി. ആ സ്മാർട്ടായ കൊച്ചിനെ അവർ ഇവരിൽ നിന്ന് പിടിച്ചു വാങ്ങി. അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ തന്നെ ഏൽപ്പിച്ചു. കുട്ടി സന്തോഷവാനായി അവിടെ ആ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ഒരു ലേഡിയുടെ ഒക്കത്തിരുന്ന് കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം ആ കുട്ടിയെയാണ് ബലി അർപ്പിക്കാനായിട്ട് ഈ ദമ്പതികൾ ശ്രമിച്ചത്. സയ്യിദ് ഇബ്രാഹിം എന്ന ആളാണ് തനിക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ മനുഷ്യക്കുരുതിക്ക് വേണ്ടി ഒരു കുട്ടിയെ സംഘടിപ്പിച്ച് കള്ള റെക്കോർഡ് ഉണ്ടാക്കി ഇവിടെ വന്ന് താമസമാക്കി. ഇവിടെ തന്നെ അത് വീടിനുള്ളിൽ ബലിതർപ്പണം നടത്താൻ വേണ്ടി തയ്യാറാക്കുകയും അതിന് ചുറ്റുവട്ടങ്ങൾ കൂടുകയും അതിന് പരിസരത്തുള്ള ആൾക്കാർക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. എന്തായാലും പോലീസ് ഇടപെട്ടു, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇടപെട്ടു. സയ്യിദ് ഇബ്രാഹിമിനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.